നുണകൾ കൊണ്ട് പാകിസ്ഥാൻ കെട്ടിപ്പൊക്കിയ കോട്ടകൾ ഇടിഞ്ഞു വീഴുന്നു. ഭീകരരെ വളർത്തുന്ന പാക് സൈന്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഭീകരരുടെ സർവനാശം തന്നെയാണ്. തുടർച്ചയായി പാകിസ്ഥാൻ പ്രകോപനം നടത്തിയപ്പോഴും ഏറെ പക്വതയോടെയാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങിയത്. ഏറെ സുതാര്യമായിരുന്നു ഇന്ത്യയുടെ ഓരോ നീക്കവും. കൊളാറ്ററൽ ഡാമേജ് പരമാവധി ഒഴിവാക്കാൻ ഇന്ത്യ ശ്രമിച്ചു. ഭീകരരെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമിച്ചത്. അതിൽ രാജ്യം വിജയം കാണുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊടും ഭീകരരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ഭീകരരുടെ വിവരങ്ങൾ സൈന്യം പുറത്തുവിട്ടു. ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 5 ഭീകരരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. മുദാസർ ഖാദിയാൻ ഖാസ്, ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുഹമ്മദ് യൂസുഫ് അസ്ഗർ, ഖാലിദ്, മുഹമ്മദ് ഹസൻ ഖാൻ എന്നിവരെയാണ് സൈന്യം വധിച്ചത്. ലഷ്കർ-ഇ തൊയ്ബ പ്രവർത്തകനായ മുദാസർ ഖാദിയാൻ ഖാസിൻ്റെ സംസ്കാരത്തിന് ജമാഅത്തുദ അവ പ്രവർത്തകനും ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെട്ടയാളുമായ ഹാഫിസ് അബ്ദുൾ റൌഫാണ് നേതൃത്വം നൽകിയത്. പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു ലഫ്റ്റനന്റ് ജനറലും പാക് പഞ്ചാബ് പോലീസ് IG-യും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസ്ഹറിൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ഹാഫിസ് മുഹമ്മദ് ജമീൽ. അസ്ഹറിൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ് മുഹമ്മദ് യൂസുഫ് അസ്ഹർ. കാണ്ടഹാർ വിമാന റാഞ്ചൽ കേസിൽ ഇന്ത്യ തേടുന്ന ഭീകരൻ കൂടിയായിരുന്നു ഇയാൾ. അബു ആകാശ എന്നറിയപ്പെടുന്ന ഖാലിദ് ലഷ്കർ-ഇ തൊയ്ബ പ്രവർത്തകനാണ്. ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിലും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ആയുധ കള്ളക്കടത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരുന്നു. ഫൈസലാബാദിൽ നടന്ന ഇയാളുടെ സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തു. ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകനാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് ഹസൻ ഖാൻ. പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേഷണൽ കമാൻഡർ മുഫ്തി അസ്കർ ഖാൻ കാശ്മീരിയുടെ മകനാണ് ഇയാൾ. ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിനിടെ പാകിസ്ഥാൻ നിർമ്മിത ഫത്ത-2 മിസൈലുകളെ തകർത്ത് ഇന്ത്യ. ഡൽഹി ലക്ഷ്യമാക്കിയാണ് ഈ മിസൈലുകൾ എത്തിയതെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായ ബറാക്ക് 8 ഹരിയാനയിലെ സിർസയുടെ ആകാശത്ത് വെച്ച് ഈ മിസൈലുകളെ വിജയകരമായി തകർത്തു. അതിനിടെ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ശനിയാഴ്ച പാകിസ്ഥാൻ്റെ കുറഞ്ഞത് 4 വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ശനിയാഴ്ച അതിരാവിലെ പാകിസ്ഥാനിൽ നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 3 എയർബേസുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ അറിയിച്ചു. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിന് സമീപമുള്ള റാവൽപിണ്ടി ഗാരിസണിലെ നൂർഖാൻ എയർബേസ്, ചക്വാൽ നഗരത്തിലെ മുറിഡ് എയർബേസ്, കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലെ ഛാങ് ജില്ലയിലെ റഫീഖി എയർബേസ് എന്നിവിടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ പിന്നീട് അറിയിച്ചത്. പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളും ഭീകരരുടെ ലോഞ്ച് പാഡുകളും ഇന്ത്യൻ സൈന്യം തകർത്തതായി പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹരിയാനയിലെ സിർസയിൽ പാകിസ്ഥാൻ്റെ മിസൈൽ വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യ തകർത്തിരുന്നു. ഡൽഹിയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയാണ് സിർസ. ഡൽഹി ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ മിസൈൽ ആക്രമണ ശ്രമമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് മറുപടിയായാണ് പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത്.